അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്ന അമേരിക്കൻ നയങ്ങളിലേക്കാണ് ലോകശ്രദ്ധ. അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയ ഇന്ത്യക്കാരെ കൈകാലുകൾ ബന്ധിച്ച് സൈനിക വിമാനത്തിൽ കയറ്റി അയച്ച സംഭവം കൂടിയായപ്പോൾ കുടിയേറ്റക്കാരെ നാടുകടത്തുന്ന അമേരിക്കയുടെ ക്രൂര നടപടികൾ ചർച്ചയാവുകയാണ്. കുടിയേറ്റക്കാരെ പുറത്താക്കുന്നതിൽ എന്തിനാണ് അമേരിക്ക ഇത്രയും ക്രൂരമാകുന്നത്? തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലുടനീളം ട്രംപ് ആവർത്തിച്ച ഒരു വാഗ്ദാനമായിരുന്നു അനധികൃത കുടിയേറ്റക്കാരെയെല്ലാം നാടുകടത്തുമെന്നത്. അമേരിക്കയിലെ കുടിയേറ്റക്കാരെയെല്ലാം ക്യൂബയിലെ ഗ്വാണ്ടനാമോ തടവറയിലാക്കുമെന്ന ഒരു പ്രസ്താവനയും ട്രംപിൽ നിന്നുണ്ടായി. ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ തടവറയായ ഗ്വാണ്ടനാമോയിലേക്ക് കുടിയേറ്റക്കാരെ അയക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇങ്ങനെ ചർച്ചകളും അഭ്യൂഹങ്ങളും വിമർശനങ്ങളും ഉയരുന്നതിനിടെ ലോകത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ലാത്ത ഏറ്റവും അസാധാരണമായ ഒരു കുടിയേറ്റ കരാറും സംഭവിച്ചിരിക്കുന്നു. എൽ സാൽവദോറും ഭൂമിയിലെ നരകം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു മെഗാ ജയിലും വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എൽ സാൽവദോർ പ്രസിഡന്റ് നെയ്ബ് ബുക്കേലയുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചയിൽ ചില നിർണായക ആലോചനകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ബുക്കേലെ US മുന്നോട്ട് വെച്ച ഒരു ഓഫറാണ്. US നിന്ന് നാടുകടത്തപ്പെട്ട ആളുകളെ അവരുടെ ദേശീയത പരിഗണിക്കാതെ എൽ സാൽവദോർ സ്വീകരിച്ച് അവരുടെ മെഗാ ജയിലിൽ പാർപ്പിക്കും. സെക്കോട്ട് ടെററിസം കൺഫൈൻമെന്റ് സെന്റർ എന്ന തടവറ കേന്ദ്രം അതിക്രൂരമായ നടപടികൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും പേരുകേട്ടതാണ്. US നിന്ന് രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ നീക്കം ചെയ്യുന്നത് വേഗത്തിലാക്കണമെന്ന ചർച്ച ചെന്ന് അവസാനിച്ചത് ബുക്കേലയുടെ ഈ വിശാലമായ വാഗ്ദാനത്തിലേക്കാണ്. US പൗരന്മാരെ നിയമപരമായി അമേരിക്കയിൽ നിന്ന് നാടുകടത്താൻ കഴിയില്ലെങ്കിലും അമേരിക്കൻ തടവുകാരെ പോലും സ്വീകരിക്കാൻ ബുക്കേലെ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കൂളായ സ്വേച്ഛാധിപതി, തത്വചിന്തകനായ രാജാവ് എന്നൊക്കെ സ്വയം മുദ്ര കുത്തിയ ബുക്കേലയുടെ മെഗാ ജയിലിൽ നരകതുല്യമെന്ന് വിശേഷിപ്പിക്കാൻ മാത്രം എന്താണ് സംഭവിക്കുന്നത്? ക്രിമിനലുകളെയും കുടിയേറ്റക്കാരെയും കയറ്റി അയക്കാൻ പോകുന്ന എൽ സാൽവദോറിലെ ഈ ജയിലിനെ ചൊല്ലി മനുഷ്യാവകാശ പ്രവർത്തകരടക്കം ആശങ്ക രേഖപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? നോക്കാം. എൽ സാൽവദോർ മധ്യ അമേരിക്കയിലെ വളരെ ചെറിയ ഒരു രാജ്യമാണ്. 65 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഈ കുഞ്ഞൻ രാജ്യത്തിന്റെ പ്രസിദ്ധി ഇവിടുത്തെ കൊലപാതകങ്ങളും അക്രമങ്ങളും കൊള്ളയും കാരണമാണ്. ഗുണ്ടകളുടെ ഗ്യാങ് വാർ, ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടം എന്നിവയാൽ പണ്ടുതൊട്ടേ എൽ സാൽവദോർ കുപ്രസിദ്ധി ആർജിച്ചിരുന്നു. 1992 അവസാനിച്ച ആഭ്യന്തര യുദ്ധം അവശേഷിപ്പിച്ച സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ അസ്ഥിരതയാണ് എൽ സാൽവദോറിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം. പേടിക്കാതെ പുറത്തേക്ക് കാലെടുത്ത് വെക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു ഇവിടുത്തെ ജനങ്ങൾക്ക്. കൊലപാതകം നടക്കാത്ത ഒരു സ്ഥലം പോലുമില്ല. എങ്ങും കൊള്ളയടിക്കലും തട്ടിക്കൊണ്ടുപോകലും ലൈംഗിക ചൂഷണവും. കുത്തഴിഞ്ഞ ഭരണകൂടത്തിന്റെ പിടിപ്പുകേട് കാരണം ക്രിമിനൽ ഗ്യാങ്ങുകൾ രാജ്യത്ത് തഴച്ചു വളർന്നു. സാധാരണ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതം തകിടം മറിച്ചുകൊണ്ടായിരുന്നു ഈ ക്രിമിനലുകളുടെ വളർച്ച. അധികാരത്തിലെത്തിയ പല ഭരണാധികാരികളും ഈ ഗുണ്ടാവിളയാട്ടം തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. ഉയർന്ന തോതിലുള്ള അക്രമത്താൽ വലയം ചെയ്യപ്പെട്ട അയൽ രാജ്യമായ ഗ്വാട്ടിമാല, ഹോണ്ടുറാസ് എന്നിവയ്ക്ക് ഒപ്പത്തിനൊപ്പം നിലകൊള്ളുകയായിരുന്നു എൽ സാൽവദോർ. പ്രതിദിനം 20-ലേറെ കൊലപാതകങ്ങളായിരുന്നു എൽ സാൽവദോറിൽ നടന്നിരുന്നത്. എന്നാൽ 2019 ജൂണിൽ നൈബ് ബുക്കേലെ അധികാരത്തിലേറിയതിന് പിന്നാലെ എൽ സാൽവദോറിന്റെ തലവര മാറാൻ തുടങ്ങി. ഇവിടെ ക്രിമിനൽ കേസുകളിൽ വൻ കുറവ് രേഖപ്പെടുത്താൻ തുടങ്ങി. സമാധാനത്തിന്റെ നാളുകൾ ജനങ്ങളുടെ പ്രതീക്ഷയിൽ ഇടം പിടിച്ചു. ഇതിനെല്ലാം കാരണം ബുക്കേലയുടെ നടപടികൾ തന്നെയായിരുന്നു. അടിച്ചമർത്തിയ അക്രമങ്ങൾ ഇല്ലാതാക്കാനാണ് മുൻഗാമികൾ ശ്രമിച്ചതെങ്കിൽ പുതിയൊരു നിയമം തന്നെ പാസാക്കിക്കൊണ്ടായിരുന്നു ബുക്കേലെ തന്റെ നടപടികൾക്ക് തുടക്കമിട്ടത്. കുറ്റകൃത്യം ചെയ്യുന്നവരെയും ക്രിമിനലുകളെന്ന് തോന്നുന്നവരെയും എല്ലാം കൂട്ടത്തോടെ പിടികൂടി ജയിലിൽ അടച്ചു. രാജ്യത്തെ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ഗണ്യമായി കുറയുന്നുണ്ടെങ്കിലും ബുക്കേലയുടെ നടപടി ഏകപക്ഷീയമാണെന്ന് രൂക്ഷ വിമർശനങ്ങൾ ജനങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നു. സർക്കാരിനെ വിമർശിക്കുന്നവരെയും ക്രിമിനലുകളായി കണക്കാക്കി ജയിലിൽ അടയ്ക്കുന്നുണ്ട് ബുക്കേലെ ഭരണകൂടം. വർഷങ്ങളായ അരക്ഷിതാവസ്ഥ നേരിടുന്ന, സാമൂഹിക പിന്നോക്കാവസ്ഥ നേരിടുന്ന വിഭാഗങ്ങളെയാണ് ബുക്കേലയുടെ പോലീസ് ലക്ഷ്യമിട്ടിരുന്നതെന്ന വിമർശനവും ശക്തമായിരുന്നു. ബുക്കേലയുടെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ച് അടിയന്തരാവസ്ഥയ്ക്കുള്ള അനുമതി നിയമസഭ നൽകുന്നുണ്ട്. രാജ്യത്തെ ജനങ്ങൾക്ക് അടിസ്ഥാന അവകാശങ്ങൾ പോലും ലഭ്യമല്ലാത്ത തരത്തിൽ നിരവധി തവണയാണ് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുന്നത്. 2022 മാർച്ച് 27 ആദ്യമായി ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥ ഇപ്പോഴും ആ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. 2022 മാർച്ച് മുതൽ നവംബർ വരെ മാത്രം രാജ്യത്തുടനീളം നടത്തിയ റെയ്ഡുകളിൽ 1.5 ലക്ഷത്തോളം പേരെയാണ് തടവിലാക്കുന്നത്. ഇതിൽ 2000-ഓളം പേർ കുട്ടികളായിരുന്നു എന്നതാണ് ശ്രദ്ധേയം. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ജയിലുകൾ ഗുണ്ടാ തടവുകാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. 70-ലധികം പേർ കൊല്ലപ്പെട്ട രക്തരൂക്ഷിതമായ എൽ സാൽവദോറിലെ ഒരു വാരാന്ത്യത്തിനു ശേഷം ബുക്കേലെ ഗ്യാങ്ങുകൾക്കായി സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് എഴുതിയിരുന്നു. നിങ്ങളുടെ പ്രവർത്തികൾ കാരണം നിങ്ങളുടെ കൂട്ടാളികൾക്ക് ഇനി സൂര്യപ്രകാശം കാണാൻ കഴിയില്ല എന്ന്. ഇത് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുന്ന നടപടികളാണ് പിന്നീടുണ്ടായത്. ആയിരക്കണക്കിന് തടവുകാരെ പാർപ്പിക്കാൻ കഴിയുന്ന വലിയൊരു ജയിൽ എൽ സാൽവദോറിൽ സ്ഥാപിക്കാൻ ബുക്കേലെ തീരുമാനിക്കുന്നു. ലോകത്തിലെ ഏറ്റവും നരകതുല്യമായ ഇടമെന്ന് ലോകം പിന്നീട് വിശേഷിപ്പിച്ച എൽ സാൽവദോറിന്റെ മെഗാ ജയിൽ തലസ്ഥാന നഗരമായ സാൻ സാൽവദോറിൽ നിന്നും 74 കിലോമീറ്റർ അകലെ ടെക്കോലുവിലായിരുന്നു പുതിയ ജയിൽ സ്ഥാപിതമായത്.
അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള ജയിൽ സമുച്ചയത്തിൽ 8 കെട്ടിടങ്ങളാണുള്ളത്. 2.1 കിലോമീറ്റർ കോൺക്രീറ്റ് മതിലിനാലും 2 ഇലക്ട്രിക് വയർ വേലുകളായും ചുറ്റപ്പെട്ടിരിക്കുന്ന പടുകൂറ്റൻ കെട്ടിടങ്ങൾ. എല്ലാ കെട്ടിടങ്ങളിലുമായി 256 സെല്ലുകളാണ് ഇവിടെയുള്ളത്. 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഈ സെല്ലുകളിൽ 65 മുതൽ 70 വരെ തടവുകാരെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. പകൽ സമയത്ത് താപനില 35 ഡിഗ്രി സെൽഷ്യസിൽ എത്താൻ സാധ്യതയുള്ള ജയിൽ സെല്ലുകളിൽ സ്വാഭാവിക വായു സഞ്ചാരത്തിനായി വളഞ്ഞ ഒരു മേൽക്കൂരയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡൈനിങ് റൂമുകൾ, വിശ്രമ സ്ഥലങ്ങൾ, ജിം, പിങ് പോങ് ടേബിളുകൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട്. പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കാനുള്ള അനുവാദം ഗാർഡുകൾക്ക് മാത്രമാണ്. മെത്തകളോ ഷീറ്റുകളോ ഇല്ലാതെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കട്ടിലുകളിലാണ് തടവുകാർ ഉറങ്ങുന്നത്. 100 കണക്കിന് ആളുകളുള്ള സെല്ലുകളിൽ ആകെ 2 ടോയ്ലറ്റുകളും 2 സിങ്കുകളും കുടിവെള്ളമുള്ള 2 പാത്രങ്ങളും മാത്രമാണുള്ളത്. തടവുകാർക്ക് അരി, പയർ, വേവിച്ച മുട്ട അല്ലെങ്കിൽ പാസ്ത ഇതാണ് ഭക്ഷണം. 1000 ജയിൽ ഉദ്യോഗസ്ഥരും 600 സൈനികരും 250 കലാപ പോലീസും ഇവിടെ കാവൽ നിൽക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഗ്യാങ്ങുകളെ മാത്രം പാർപ്പിക്കാനായാണ് മെഗാ ജയിൽ തുറന്നിരിക്കുന്നതെന്നാണ് ബുക്കലെ പറഞ്ഞിരുന്നതെങ്കിലും ഇവിടെ സർക്കാരിന് ക്രിമിനലുകളെന്ന് തോന്നിയവരെല്ലാം തടവിലാക്കപ്പെട്ടിട്ടുണ്ട്. 2023 ഫെബ്രുവരി മുതൽ 3 ബാച്ചുകളിലായി 6000-ഓളം തടവ് പുള്ളികളെ മെഗാ ജയിലിലേക്ക് മാറ്റിയിരുന്നു. ഒരു കാലത്ത് മധ്യ അമേരിക്കയെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ കുപ്രസിദ്ധ ഗുണ്ടാ സംഘങ്ങളായ മാര സാൽവത്രൂച്ച എന്ന M13, ബാരിയോ 18 എന്നിവയിലെ 15000-ത്തിലധികം അംഗങ്ങളും ഈ ജയിലിലുണ്ട്. ഈ തടവുകാരിൽ ചിലർ 200 വർഷത്തിലധികം തടവ് അനുഭവിക്കുന്നവരാണ്. ഈ കുപ്രസിദ്ധ കുറ്റവാളികൾക്കൊപ്പം സെല്ല് പങ്കിടേണ്ടി വരുന്നത് മറ്റ് സാധാരണ കുറ്റവാളികൾക്ക് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. എൽ സാൽവദോറിൽ കൂട്ടക്കൊല ഗണ്യമായി കുറച്ചതിന്റെ ബഹുമതി ബുക്കലേക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും രാജ്യത്തെ ജയിലുകളെ മനുഷ്യത്വരഹിതമാക്കിയെന്ന രൂക്ഷ വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നുകൊണ്ടേയിരുന്നു. രാജ്യത്തെ മെഗാ ജയിലിന്റെ വീഡിയോ ബുക്കലെ തന്നെയാണ് ആദ്യമായി ട്വിറ്ററിലൂടെ പുറത്തുവിട്ടത്. മെഗാ ഓപ്പറേഷനിലൂടെ 2000 തടവുകാരെ പുതിയ ജയിലിലേക്ക് മാറ്റി. ഈ ജയിലായിരിക്കും അവരുടെ പുതിയ വീടെന്നാണ് അന്ന് വീഡിയോയിൽ ബുക്കലെ അടിക്കുറിപ്പ് എഴുതിയത്. ജയിലിന്റെയും തടവുകാരുടെയും ദൃശ്യങ്ങളും പല സമയത്തായി ബുക്കലെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. വെളുത്ത ടീഷർട്ടുകളും ഷോർട്സും ധരിച്ച തടവുകാരുടെ തല മൊട്ടയടിച്ചിരിക്കുകയാണ്. തടവുകാരെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് സന്ദർശിക്കാൻ അനുവാദമില്ല. 24 മണിക്കൂറും CCTV ക്യാമറകളുടെയും ഗാർഡുകളുടെയും നിരീക്ഷണത്തിലാണ് ഇവർ. ഒരു ദിവസം ജനാലകളില്ലാത്ത ഇടനാഴിയിൽ 30 മിനിറ്റ് വ്യായാമം ചെയ്യാൻ സെല്ലുകളിൽ നിന്ന് പുറത്തു പോകാൻ അനുവാദമുണ്ട്. അല്ലാതെ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല. കടുത്ത ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന തടവുകാർക്കായി ജയിലിലെ ഇരുണ്ടതും ജനാലകളില്ലാത്തതുമായ ശിക്ഷാ സെല്ലുകളാണുള്ളത്. തടവുകാരെ ജയിലിലേക്ക് മാറ്റുന്നതിൻ്റെയും മറ്റുമുള്ള ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ബുക്കലെയുടെ മെഗാ ജയിലിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നത്. അടിവസ്ത്രം മാത്രം ധരിച്ച് നഗ്നപാതരായി കാലും കൈയും ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചാണ് തടവുകാരെ ജയിലിലേക്ക് മാറ്റുന്നത്. 2000-ഓളം വരുന്ന തടവുകാരെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ പോലീസ് തല്ലിച്ചതയ്ക്കുന്നതും വലിച്ചിഴയ്ക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. എല്ലാവരുടെയും ശരീരത്തിലും തലയിലും പച്ച കുത്തിയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ എല്ലാവരും ഒരുപോലെ ഇരിക്കും. സെല്ലുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് തലയ്ക്ക് പിന്നിൽ കൈകൾ പിടിച്ച് നിലത്തിരുത്തിയിരിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. മാധ്യമപ്രവർത്തകർക്ക് പോലും ഇങ്ങോട്ടേക്കുള്ള സന്ദർശനത്തിന് കടുത്ത നിയന്ത്രണങ്ങളുണ്ട്. ഇവിടെ ഒരു സെല്ലിൽ എത്ര ആളുകളുണ്ടെന്ന കൃത്യമായ വിവരം പോലും ഇതുവരെ വ്യക്തമായിട്ടില്ല. 2020 നവംബർ മുതൽ 2022 മാർച്ച് വരെ 2 വർഷം കൊണ്ട് 60,000-ഓളം തടവുകാരാണ് രാജ്യത്തെ ജയിലുകളിൽ നിറഞ്ഞത്. കഴിഞ്ഞ വർഷത്തെ കണക്കുകൂടി പരിശോധിച്ചാൽ ഇത് ഇരട്ടി വരും. എൽ സാൽവദോറിലെ എല്ലാ ജയിലുകൾക്കും കൂടി 30,000 തടവുകാരെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഓർക്കണം. വിമർശനം ഉയർത്തുന്നവർ ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഗുണ്ടകൾ നമ്മുടെ കുട്ടികളെ പോലും കൊന്നു തള്ളിയപ്പോൾ, നഗരങ്ങളിൽ അവർ വിളയാടുമ്പോൾ, കുട്ടികളെ പോലും ക്രിമിനൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോഴൊക്കെ നിങ്ങൾ എവിടെയായിരുന്നു? അന്നൊരക്ഷരം മിണ്ടാത്തവർക്ക് ഇന്ന് പെട്ടെന്ന് എപ്പോഴാണ് എൽ സാൽവദോറിനോടുള്ള സ്നേഹം പൊട്ടി വീണത്? ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബുക്കലെ വിമർശകരുടെ വായടയ്ക്കാറുള്ളത്. ജയിലുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ചോദ്യങ്ങൾ ഉയർന്നതിനിടെയാണ് ബുക്കലെ മെഗാ ജയിൽ പടുത്തുയർത്തിയത്. അടിയന്തരാവസ്ഥ, ഒപ്പം സർക്കാരിന് സംശയം തോന്നുന്നവരെല്ലാം വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യുന്ന ഏകപക്ഷീയമായ നടപടി, ഇവയെല്ലാമാണ് എൽ സാൽവദോറിലെ സാമൂഹികാവസ്ഥയ്ക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയരാൻ കാരണം. തടവുകാർക്ക് നിയമസഹായം ലഭിക്കാനുള്ള അവസരങ്ങൾ പോലും സർക്കാർ ഇല്ലാതാക്കിയിരുന്നു. കസ്റ്റഡിയിലെടുത്തവരെ കുറിച്ചുള്ള വിവരങ്ങൾ പിന്നീട് പുറം ലോകത്തെത്തിയില്ല. കുടുംബാംഗങ്ങൾ ജയിലിന് മുന്നിൽ തടിച്ചുകൂടിയപ്പോഴും സർക്കാർ മൗനം പാലിച്ചു. ആയിരക്കണക്കിന് ആളുകളെ ആഴ്ചകളോ മാസങ്ങളോ അജ്ഞാതമായി പാർപ്പിക്കുകയായിരുന്നു. കൂട്ടത്തടവ് കാരണം ജയിലിലെ അവസ്ഥ അനുദിനം വഷളായിക്കൊണ്ടേയിരുന്നു. തടവുകാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമായിരുന്നില്ല. തമ്മിൽ തല്ലുമെന്ന ആശങ്കയിൽ പ്ലേറ്റുകളോ മറ്റ് സാധനങ്ങളോ ഇവർക്ക് കൊടുത്തിരുന്നില്ല. അതിനാൽ ഭക്ഷണം നിലത്തുനിന്ന് വാരി തിന്നേണ്ട അവസ്ഥ വരെ ഉണ്ടായി. ശുചിമുറികളുടെ അവസ്ഥ അതിലും ഭീകരമായിരുന്നു. തിരക്കും തടവുകാർ തമ്മിലുള്ള അടിപിടിയും സ്ഥിതി കൂടുതൽ വഷളാക്കി. തടങ്കലിൽ തങ്ങൾ കൊടിയ പീഡനവും മനുഷ്യത്വപരമായ നടപടികളിൽ നേരിടേണ്ടി വന്നതായി പുറത്തു വന്ന ചിലർ പറഞ്ഞതും ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു.
ജയിലിൽ മരിച്ച തടവുകാർക്ക് ആവശ്യമായ മരുന്നുകൾ ലഭിക്കുന്നില്ലെന്ന ആരോപണങ്ങളും ഉയർന്നു. അന്താരാഷ്ട്ര നിയമത്തിന്റെ കീഴിലുള്ള നടപടിക്രമങ്ങളെല്ലാം ജഡ്ജിമാരും പ്രോസിക്യൂട്ടർമാരും ആവർത്തിച്ച് സർക്കാരിനെ ഓർമ്മപ്പെടുത്തിയെങ്കിലും സർക്കാർ തങ്ങളുടെ നടപടിയിൽ നിന്ന് പിന്നോട്ട് പോയില്ല. ഭൂരിഭാഗം തടവുകാർക്കും പൊതുവായി ഒരു അഭിഭാഷകനെയാണ് അനുവദിച്ചിരുന്നത്. എന്നാൽ ഇത്രയധികം തടവുകാരുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് അവർക്ക് അധിക ബാധ്യതയായി മാറുകയും മതിയായ നിയമസഹായം നൽകുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. 500-ലേറെ പേർ പങ്കെടുക്കുന്ന വലിയ വിചാരണയാണ് പലപ്പോഴും നടന്നത്. ബുക്കലെ സർക്കാരിനെ ആരോപണ മുനയിലാക്കി ആംനസ്റ്റി ഇന്റർനാഷണൽ പോലും രംഗത്തെത്തിയിരുന്നു. വർഷാവർഷം കൂടിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കൊലപാതകങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹം ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ തടവറയിൽ കുമിഞ്ഞുകൂടുന്ന കുറ്റവാളികളെയാണ് ഉത്തരമായി ബുക്കലെ ചൂണ്ടിക്കാട്ടുന്നത്. ഇനിയും തടവുകാർ മെഗാ ജയിലിലേക്ക് എത്തിയാൽ എന്താണ് സംഭവിക്കുക എന്ന് ലോകം ആശങ്ക രേഖപ്പെടുത്തുന്നതിനിടെയാണ് US-ലെ കുടിയേറ്റക്കാരെ ഏറ്റെടുക്കാൻ ബുക്കലെ വിശാല മനസ്കത കാണിച്ചിരിക്കുന്നത്. സാൻ സാൽവദോറിൽ ബുക്കലെയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ US പൂർണ്ണ തൃപ്തരാണ്. US-ലെ തിരക്കേറിയ ജയിൽ സംവിധാനത്തിന് ഒരു പുതിയ പരിഹാരം തന്നെയാണ് ബുക്കലെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. സാൽവദോറിലെ ജയിൽ സംവിധാനം സുസ്ഥിരമാക്കാൻ സഹായിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നതിന് പകരമായി US പൗരന്മാരും നിയമപരമായ താമസക്കാരെ ഉൾപ്പെടെയുള്ള കുറ്റവാളികളെ എൽ സാൽവദോറിലെ ജയിലുകളിലേക്ക് അയക്കാൻ കഴിയുമെന്ന നിർദ്ദേശം US ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അമേരിക്കയുമായുള്ള വിശാലമായ ചരിത്രപരമായ കുടിയേറ്റ കരാറിന്റെ ഭാഗമാണ് ഈ നിർദ്ദേശമെന്ന് ബുക്കലെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു. നിലവിൽ US-ൽ ശിക്ഷ അനുഭവിക്കുന്ന കുറ്റവാളികളെ അവരുടെ ദേശീയത പരിഗണിക്കാതെ സ്വീകരിക്കാൻ എൽ സാൽവദോറിനെ ഇത് അനുവദിക്കുമെന്നും ചൂണ്ടിക്കാട്ടി. വളരെ കാലമായി തിരക്കുകൊണ്ട് ബുദ്ധിമുട്ടുന്ന US ജയിൽ സംവിധാനത്തിന്റെ ഭാരം കുറയ്ക്കുക എന്നതാണത്രേ എൽ സാൽവദോറിന്റെ വാഗ്ദാനത്തിന്റെ ലക്ഷ്യം. ഇതിന് പകരമായി US-ൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായം എൽ സാൽവദോറിന് സ്വന്തം ജയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പര്യാപ്തമാകുമെന്നും ബുക്കലെ ഊന്നി പറയുന്നുണ്ട്. മികച്ച ആശയമെന്ന പ്രതികരണവുമായി ഇലോൺ മസ്കും കരാറിനെ പിന്തുണയ്ക്കുന്നുണ്ട്. മറ്റൊരു രാജ്യത്തെ പൗരന്മാരെ പാർപ്പിക്കുന്നതിനായി ഒരു ജനാധിപത്യ രാഷ്ട്രം അതിന്റെ ജയിൽ സംവിധാനം പങ്കുവെക്കുന്നത് ഇതാദ്യമായതിനാൽ ഈ പദ്ധതി അന്താരാഷ്ട്ര നിയമത്തെക്കുറിച്ചും ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. അത്തരമൊരു ഇടപാടിന് US കോടതികൾക്കുള്ളിൽ പ്രത്യേകിച്ച് ഭരണഘടനാ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നും നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ചരിത്രപരമായി ഈ കരാർ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കും തുടക്കമിട്ടിരിക്കുകയാണ്. അഭയാർത്ഥികളെ കൈകാര്യം ചെയ്യുന്നതിന് എൽ സാൽവദോറിന് സ്ഥിരമായ ഒരു നയമില്ലെന്നും അത്തരമൊരു കരാർ അക്രമാസക്തരായ കുറ്റവാളികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തരുതെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കൈകടത്താൻ ആർക്കും അവകാശമില്ലെന്ന് ഓർമ്മിപ്പിച്ച് വിമർശകരുടെ വായടപ്പിക്കുകയാണ് ബുക്കലെ. അതേസമയം 1 കോടിയിലധികം അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുമെന്നും മെക്സിക്കോ അതിർത്തി മതിൽ വിപുലീകരിക്കുമെന്നും കുടിയേറ്റക്കാരുടെ കുട്ടികൾക്ക് പൗരത്വം നൽകുന്നത് നിർത്തലാക്കുമെന്നുമൊക്കെയുള്ള ട്രംപിയൻ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കി തുടങ്ങിയിരിക്കുകയാണ്. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനായി പരിശോധനകൾ കടുപ്പിച്ചു കഴിഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ സൈനിക വിമാനങ്ങളിൽ വിലങ്ങണിയിച്ച് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തി തുടങ്ങി. 2021-ൽ US അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയതിനു ശേഷം ആദ്യമായാണ് ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ആളുകളെ എത്തിക്കാൻ രാജ്യം സൈനിക വിമാനങ്ങൾ ഉപയോഗിക്കുന്നത്. പുത്തൻ കുടിയേറ്റ നയങ്ങളിൽ ഇനി എന്തൊക്കെയാണ് ട്രംപ് നടപ്പാക്കുകയെന്ന് ഉറ്റുനോക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം.